നാടകാചാര്യനും കവിയുമായ കാവാലം നാരായണപ്പണിക്കർ ഓർമ്മയായിട്ട് 10 വർഷം. മലയാളത്തിന്റെ തനത് നാടകവേദിക്ക് സ്വന്തം ജീവിതമർപ്പിച്ച മഹാപ്രതിഭയായിരുന്നു കാവാലം. കറുകരക്കാർമുകിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ. മലയാളിയുടെ നാടക സങ്കല്പങ്ങളെ അടിമുടി മാറ്റിയെഴുതിയാണ് കാവാലം നാടകങ്ങൾ അരങ്ങിലെത്തിയത്. ഞാറ്റുപാട്ടും നാടൻ ശീലുകളും നിറഞ്ഞ കുട്ടനാടൻ ഗ്രാമങ്ങളിൽ ചൊൽക്കാഴ്ചയും നൃത്തച്ചുവടുകളുമായി അവനവൻ കടമ്പ എത്തി. അവനവൻ കടമ്പയ്ക്ക് പൊത്തോ പൊത്തോ, അവനവൻ കടമ്പയ്ക്ക് പൊത്തോ പൊത്തോ, വാലടിക്കാവിലെ ഉത്സവമുറ്റത്ത് കിശയിൽ പണം. തന്റേതായ ശൈലിയിലൂടെ മലയാള നാടകങ്ങളെ ജനകീയവത്കരിച്ചു. ചെണ്ടയും തുടിയുമായി കാണികളും കലാകാരന്മാരുമായുള്ള വേർതിരിവ് ഇല്ലാതാക്കി. അരങ്ങിൽ നിന്ന് തുറന്ന വേദിയിലേക്ക് നാടകത്തെ എത്തിച്ചതും കാവാലം ശൈലിയാണ്. സാക്ഷി, ദൈവത്താർ, തെയ്യത്തെയ്യം തുടങ്ങി 28ഓളം നാടകങ്ങൾ. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, അന്യഭാഷാ കൃതികളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി. 2001 മോഹൻലാൽ കർണനായി ആടിത്തിമിർത്ത കർണഭാരം ഏറെ ജനശ്രദ്ധ നേടി. മലയാളികൾക്ക് മറക്കാനാകാത്ത ലളിതഗാനങ്ങൾ ഒരുക്കി. കുമ്മാട്ടി, വാടകയ്ക്കൊരു ഹൃദയം, തമ്പ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ഗാനരചന നിർവഹിച്ചു. ജി അരവിന്ദൻ, CN ശ്രീകണ്ഠൻ നായർ, അയ്യപ്പ പണിക്കർ, നരേന്ദ്രപ്രസാദ്, മുരളി, നെടുമുടി വേണു തുടങ്ങി നിരവധി പ്രതിഭകൾ കാവാലത്തിന്റെ കലാസപര്യയിൽ കൂടെ ചേർന്നു. തിരുവരങ്ങും സോപാനം തിയേറ്ററും സ്ഥാപിച്ചു. ലോകം മുഴുവൻ നാടകങ്ങൾ അവതരിപ്പിച്ചു. വർഷങ്ങളോളം കേരളത്തിന്റെ കലാ സാംസ്കാരിക രംഗത്ത് സജീവമായിരുന്നു. 2007 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.